ഹായ് ഹലോ എവ്രിവൺ. FIUGP മേജർ ഫിസിക്സിലെ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എബവ് ആബ്സല്യൂട്ട് സീറോനെ കുറിച്ചാണ്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സെമി കണ്ടക്ടറിലെ ചില കോവാലൻ്റ് ബോൺസ് ബ്രേക്ക് ആവുന്നു ഡ്യൂ ടു തെർമൽ എനർജി എന്നാണ് പറയുന്നത്. ഈ ബോൺസ് ബ്രേക്ക് ആവുന്നത് കാരണം ചില ഇലക്ട്രോണുകൾ അവിടെ എന്താവുന്നു, ഫ്രീ ആകുന്നു. ഈ ഇലക്ട്രോണുകൾ ബോൺസിൽ ഏർപ്പെടുന്നു. അതായത് സെമി കണ്ടക്ടറിൽ കുറച്ച് ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് സെമി കണ്ടക്ടറിലേക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് ചെറിയ കറണ്ട് ഉണ്ടാക്കുന്നു എന്നും കൂടിയാണ്. അതിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സെമി കണ്ടക്ടറിലേക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോ കാണിക്കുന്ന ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഓഫ് എ സെമി കണ്ടക്ടർ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. അതായത് ഇറ്റ് ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇനി എബവ് ആബ്സല്യൂട്ട് സീറോയിലെ എനർജി ബാൻഡ് ഡയഗ്രാം തന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് ടെമ്പറേച്ചർ ഉയർത്തുന്ന സമയത്ത്, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ചില വാലൻസ് ഇലക്ട്രോണുകൾക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ ആവശ്യമായ എനർജി ലഭിക്കും. അങ്ങനെ അവർക്ക് ആവശ്യമായ എനർജി ലഭിക്കുകയും ഫ്രീ ഇലക്ട്രോണുകളായി മാറുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്വാധീനത്തിൽ, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ഈ ഫ്രീ ഇലക്ട്രോണുകൾ കറണ്ട് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്രാവശ്യവും ഇലക്ട്രോണുകൾ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്ന സമയത്ത് വാലൻസ് ബാൻഡിൽ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നത്. അത് ആ ഒരു എനർജി ബാൻഡ് ഡയഗ്രത്തിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് വാലൻസ് ബാൻഡിൽ ഹോൾസും കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസും ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കത് ക്ലിയർ ആണ്. ഇനി പറയുന്നത് ഹോൾ കറണ്ടാണ്. അതായത് ഹോൾ എന്ന് പറയുമ്പോൾ ഹോൾ കാണിക്കുന്നത് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതാണ്. അതായത് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന സമയത്ത് അവിടെ വരുന്ന ആ ഒരു വാക്കൻസീനെ പറയുന്ന പേരാണ് ഹോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കറണ്ട് കണ്ടക്ഷൻ ഓഫ് ഹോളിനെ കുറിച്ചാണ്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം LMNP എന്ന് പറയുന്ന ഹോൾസ് കാണാം. അതിലെ എല്ലിലെ വാലൻസ് ഇലക്ട്രോണുകൾ തെർമൽ എനർജി കാരണം ഫ്രീ ആണെന്ന് കരുതുക. ഇത് എല്ലിലെ കോവാലൻ്റ് ബോണ്ടിൽ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഹോൾസ് ഇലക്ട്രോണുകളെ സ്ട്രോങ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഹോൾസ് എന്ന് പറയുന്നത്. അടുത്തുള്ള കോവാലൻ്റ് ബോണ്ടിലെ എമ്മിൽ നിന്നുള്ള ഒരു വാലൻസ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, എല്ലിലെ ഹോളിലേക്ക് വരുന്നു, അഥവാ ആ ഒരു വാക്കൻസിയിലേക്ക് വരുന്നു. ഇത് എമ്മിലൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എമ്മിലൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്നിലെ മറ്റൊരു വാലൻസ് ഇലക്ട്രോണ് എമ്മിലെ ഹോളിലേക്ക് വരികയും എന്നിലൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് എല്ലിൽ നിന്ന് എന്നിലേക്ക്, എന്നിൽ നിന്ന് പിയിലേക്കാണ് പോകുന്നത്. വിച്ച് മീൻസ് ദ പോസിറ്റീവ് ചാർജ് ഓഫ് ദ ഹോൾ ആസ് മൂവിങ് ടുവാർഡ്സ് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സപ്ലൈ. ഇത് ഹോൾ കറണ്ടിന് കാരണമാകുന്നു. ഇനി പറയുന്നത് വാലൻസ് ഇലക്ട്രോണുകൾ ഒരു കോവാലൻ്റ് ബോണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഹോൾ കറണ്ട് ഉണ്ടാകുന്നത് എന്നാണ്. അതായത് കോവാലൻ്റ് ബോണ്ടിലെ ഹോളുകളുടെ പ്രസൻസ് ആണ് കറണ്ട് ഫ്ലോ. അതുകൊണ്ട് തന്നെ കറണ്ട് ഫ്ലോ ഈസ് കൺസിഡർഡ് ആസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഹോൾസ്. എനർജി ബാൻഡ് ഡിസ്ക്രിപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ക്ലിയർ ആണ് ബാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺ പോകുന്ന സമയത്ത് ബാലൻസ് ബാൻഡിൽ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി ബാൻഡ് ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് കറണ്ട് കണ്ടക്ഷൻ ഓഫ് ഹോൾസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇത് എനർജി ബാൻഡ് ഡിസ്ക്രിപ്ഷൻ ബേസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ക്ലിയർ ആണ് വാലൻസ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് PNML എന്ന് പറയുന്ന പാത്തിലൂടെയും ഹോൾസ് മൂവ് ചെയ്യുന്നത് LMNP എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെയാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.